അസ്സാം വലൈക്കും വറഹമത്തുള്ള. 29ാമത് പ്രോഫ്കോണിൻ്റെ ചെയർമാൻ്റെ കൂടെയാണ് ഈ ഒരു സമയത്ത് നമ്മളുള്ളത്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം 2015 കാസർഗോഡ് പ്രോഫ്കോണിൻ്റെ സമയത്താണ് ഞാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാറെ ആദ്യമായി പരിചയപ്പെടുന്നത്. അന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് നമ്മൾ വന്ന് കാസർഗോഡ് നിന്ന് പ്രോഗ്രാം നടത്തുമ്പോൾ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നിർവഹിക്കുകയും ഞാൻ ആദ്യമായി കാണുന്നത് മംഗലാപുരം കലക്ടറായിരിക്കുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് ആണ് കാണുന്നത്. വളരെ ബിസി ഷെഡ്യൂളുകൾക്കിടയിലും കണ്ട് പ്രോഫ്കോണിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ഷണം സ്വീകരിക്കുകയും ചെയ്ത് അങ്ങനെ അന്ന് മംഗലാപുരം കലക്ടറായിരുന്ന ഇബ്രാഹിം സാറ് ഇന്ന് നമ്മുടെ 29ാമത്തെ പ്രോഫ്കോൺ എത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ ചെയർമാനായിട്ട് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള സന്തോഷമാണ്. അതിനു മുമ്പ് മൈസൂർ കമ്മീഷണറായിട്ടും അതുപോലെ തന്നെ വഖഫ് ബോർഡിൻ്റെ CEO ആയിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടും മൈനോറിറ്റിയുടെ ഓഫീസറൊക്കെ ആയിട്ടും പല തസ്തികകളിൽ ഗവൺമെൻറ് സർവീസിൽ കർണാടക ഗവൺമെൻറ് സർവീസിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഇബ്രാഹിം സാറ് ഈ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഇപ്പോൾ നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഹെറിറ്റേജ് സിറ്റി കോളേജ് എന്ന് പറയുന്ന ഒരു പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ CEO കൂടിയായി മൈസൂർ അദ്ദേഹം സ്ഥാപനം നടത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ഒരു പ്രോഫ്കോണുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുമ്പോൾ സാർ, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് പ്രോഫ്കോണിനെ നോക്കിക്കാണുമ്പോൾ ഇന്നത്തെ ഒരു പ്രോഫ്കോണിൻ്റെ ഒരു മാറ്റം? മനസ്സിലാക്കുന്നത് 2015 സാർ വളരെ സജീവമായിട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്താണ് പ്രോഫ്കോണിനെ കുറിച്ച് സാറിന് പറയാനുള്ളത്? ഇല്ല, ഇത് ഇന്ന് ഇൻ എ ഫാസ്റ്റ് വേൾഡ്, വെരി ഡൈനാമിക് പൊസിഷൻ. ഇന്നത്തെ പൊസിഷനിൽ പ്രത്യേകിച്ച് യൂത്ത്സ് പലതരത്തിലും വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ള ഒരു ചുറ്റുപാടാണുള്ളത്. അല്ലെങ്കിൽ ദർ ഇസ് പ്ലെൻറ്റി ഓഫ് മണി, free world, especially many of the students have been studying in outside their living environment. Like വെച്ചാൽ നാട്ടിൽ നിന്ന് വിട്ട് നിന്നുള്ള ഒരു 18ാമത്തെ വയസ്സിൽ +2 കഴിഞ്ഞ് മൈസൂരോ ബാംഗ്ലൂരോ മംഗലാപുരത്തോ വന്നപ്പോൾ they get a very free life basically. Nobody to look after. ആ ഒരു ചുറ്റുപാടിൽ കുട്ടികൾക്ക് ഇഷ്ടംപോലെ കാശും നാട്ടിൽ നിന്ന് അയച്ചു കൊടുക്കും. പേരൻറ്റ് ഇന്നൊരു പാമ്പറിങ് വന്ന ആ ഒരു നിലയിൽ ചോദിച്ചെല്ലാം അനുവദിച്ചു കൊടുക്കുന്ന ആ ഒരു ചുറ്റുപാട് കുട്ടികൾ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് പോസിബിലിറ്റി ബിക്കോസ് ഏജ് ഈസ് ലൈക്ക് ദാറ്റ്, ന്യൂ എൻവയൺമെൻറ്റ് സ്പെസിഫിക്കലി ആൻഡ് ഓൾസോ പ്ലെൻറ്റി ഓഫ് ക്യാഷ് മണി വിത്ത് ദം. ആ പൊസിഷനിൽ കുട്ടികളെ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി വീണ്ടും ദറ്റ് ബാക്ക് ടു ദെയർ റൂട്ട്സ് ആൻഡ് ആ ഒരു നിലക്ക് PropCon will be always an ideal platform to move forward. That they are still studying and converting themselves, transforming themselves into a professional, whether it might be health professional or a management professional or in any other field like that. Like the youth, they have been bringing back to them to the right track. ഈ നിലയിൽ PropCon will be definitely a very good platform. And ആ വർക്ക് I feel that they have been doing in a tremendous and commendable work in this field. Likely more that like last 25 or 29 years, like various across the field. First time in Mangalore, outside Kerala, that will be because ഇവിടെ ഒരു 10 മെഡിക്കൽ കോളേജും 18 എഞ്ചിനീയറിംഗ് കോളേജും ഒരു more than 20-25 പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുള്ള ഈ മംഗലാപുരത്ത്, that this will be an ideal location also to conduct the PropCon. Not only this should be a one-year event, like once in a lifetime event, that I think there should be a continuous effort, probably once in a 3 months or for at least once in a year, every year time. Mangalore, Bangalore and such bigger towns like wherever our students are there, probably even Delhi also. Inshallah, we can hope for the best. Inshallah, first time we are entering it outside Kerala. Inshallah, we will continue in future also. And sir, ഞാൻ ഒരു സാറ് ജോലിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷനായിട്ട് ഒരുപാട് ഏരിയകളിൽ സംസ്ഥാന ചാർജ് അടക്കമുള്ള ഡ്യൂട്ടികളും ബാക്കിയൊക്കെ നിർവഹിച്ചിട്ടുണ്ട് സർവീസിനായിട്ട്. ഈ ഇലക്ഷൻ കമ്മീഷണറായി പോകുമ്പോൾ തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇവാലുവേഷനും ബാക്കിയൊക്കെ പോകുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സാറിന്? പൊതുവേ ദി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, അത് വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെയുള്ള വേറെ വേറെ ലെവലിൽ
പലതരത്തിലും എല്ലാ ഇലക്ഷൻ നടത്തും. ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ നടത്തും, ചിലപ്പോൾ താലൂക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ ഇലക്ഷൻ, അതുപോലെ തന്നെ MLA ആൻഡ് MP ഇലക്ഷൻ. ഇപ്പോൾ കർണാടകത്തെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ഓരോ കൊല്ലവും ഒരു ഇലക്ഷൻ ഉണ്ടാവും. ഇതും ഒരു ഇലക്ഷൻ. ഇലക്ഷനിൽ ഇറ്റ് വിൽ ബി എ ടൈം ബോണ്ട് വർക്കാണ്. ഇലക്ഷനും സെൻസസ് വർക്കും ഒരു ടൈം ബോണ്ട് വർക്കാണ്. അതിൽ ഇത് ഫിക്സഡ് ടൈമിൽ ഇന്ന് ആ പ്രത്യേക ആ ഒരു സാഹചര്യത്തിൽ കറക്റ്റ് ടൈമിൽ നടന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ബി എൻഡിങ് അപ്പ് ഇൻ എ വെരി കൺഫ്യൂസിങ് സ്റ്റേറ്റ്. ലൈക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഇലക്ഷൻ പിറ്റീഷനും ചിലപ്പോൾ ഓരോ വോട്ടിനും ജയിക്കുന്നതും പരാജയപ്പെടുന്നതെല്ലാം ആളുള്ള നിലക്ക് ഇലക്ഷൻ ഇറ്റ്സ് എ വെരി ഇറ്റ്സ് എ മെഷീൻ ലൈക്ക് ക്ലോക്ക്. ഇറ്റ് ഷുഡ് ബി വർക്ക് ലൈക്ക്. അപ്പോൾ ആദ്യമായിട്ട് ഇലക്ട്രൽ റോൾ തൊട്ട് ദെൻ നോമിനേഷൻ. ഇലക്ട്രൽ റോളിൽ തന്നെ പല ഡിഫക്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ അവിടെയുള്ള ആൾക്കാർ വീട് മാറിയിട്ടുണ്ടാവും, ചേഞ്ച് ചെയ്യുന്നുണ്ടാവും, മരണപ്പെട്ടിട്ടുണ്ടാവും, ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും. ASD എന്ന് പറയും, ആബ്സെൻറ്റ്, ഷിഫ്റ്റിംഗ് ആൻഡ് ഡെത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഇലക്ഷനിലും പുതിയ വോട്ടർമാർ 18 വയസ്സാകുമ്പോൾ അവർ ചേർക്കുന്നത് ഒരു ആനുവൽ പ്രോസസ്സാണ്. ദെൻ വൺസ് ഇൻ എ 5 ഇയർ എൻറ്റയർ റിവിഷൻ നടക്കും. അപ്പോൾ അത് സെക്കൻഡറി പ്രോസസ്സാണ് ഇലക്ട്രൽ റോൾ. ആ റോളിൽ തന്നെ പലപ്പോഴും ആരും ശ്രദ്ധിക്കില്ല. ഇലക്ട്രൽ എൻ്റെ പേരുണ്ടോ ഇല്ലയോ, ആണ് പെണ്ണായോ പെണ്ണാണായോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ 20 വയസ്സുകാരന് 21 വയസ്സ് കാണും. കഴിഞ്ഞ പ്രാവശ്യം ഇടയ്ക്ക് കണ്ടുവരും ഏതൊരു ആൾക്ക് 127 വയസ്സ്, 27 പകരം 127 വയസ്സായത്. അപ്പോൾ ദറ്റ് വിൽ ബി ആദ്യം ഈ ഇലക്ഷൻ പ്രോസസ്സ് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആരും അതിനെപ്പറ്റി ബോധർ ചെയ്യില്ല, കംപ്ലയിൻറ്റ് ചെയ്യില്ല. പക്ഷേ നിയമപ്രകാരം ഓരോ വോട്ടറും അതിനെ ശ്രദ്ധിക്കണം. ആ സമയത്ത് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ആയപ്പോൾ അതിനെ ശ്രദ്ധിക്കണം. വോട്ടർ കടമയാണല്ലോ, കറക്റ്റ് ചെയ്യണമെന്നുള്ളത്. അതെ. എന്നിട്ട് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഇതിൻ്റെ കോപ്പിയും കൊടുക്കും, സർവ് ചെയ്യും. ദറ്റ് വെരിഫൈഡ് ഇൻഡിവിജ്വൽ നോട്ട് അല്ല, ഇൻഡിവിജ്വൽ ഇറ്റ് വിൽ ബി ഇൻ വെബ്സൈറ്റ് ആൻഡ് ഇറ്റ് വിൽ അപ്പിയർ. താലൂക്ക് ഓഫീസിലും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലൊക്കെ കോപ്പി വിൽ ബി പേസ്റ്റഡ് ഇൻ ദ നോട്ടീസ് ബോർഡ്. അപ്പോൾ ഓരോ ആൾക്കാരും ചെക്ക് ചെയ്യേണ്ട അവരുടെ കടമയാണ്. ലാസ്റ്റ് അവസാനം വോട്ടിംഗ് വന്ന ദിവസം എൻ്റെ പേര് കാണുന്നില്ല, മരിച്ചവരുടെ പേരുണ്ട്, എൻ്റെ പേര് 2 പ്രാവശ്യമുണ്ട്, എൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷന് പകരം ദൂരമുള്ള 5 കിലോമീറ്റർ ദൂരത്തുള്ള പോലീസ് സ്റ്റേഷനിലാണ് എൻ്റെ വോട്ട് രേഖപ്പെടുത്താൻ പോകേണ്ടത്. ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ് പലതും വരും. പോരാത്തിന് ചിലപ്പോൾ വോട്ടറിൽ പേരേ ഉണ്ടാവില്ല. ഇങ്ങനത്തെ വോട്ടർ ലിസ്റ്റിലുള്ള ഡിഫക്ട്സ് വിൽ ബി പ്ലെൻറ്റി, എവറി ഇയർ ദർ വിൽ ബി ഡിഫക്ട്. ബട്ട് അതിനെ ഓരോ വോട്ടറും ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും ഇതിനെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ഓൺലൈനിലും എപ്പോഴും വേണം ചെക്ക് ചെയ്യാം. ഇന്നിപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞതുപോലെ അവർക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി ആൾസോ, ദറ്റ് ദെയർ നെയിം ഈസ് അപ്പിയറിംഗ് ഇൻ എ പ്രോപ്പർ ഷേപ്പ്, പ്രോപ്പർ പ്ലേസ് ആൻഡ് ഓൺ പ്രോപ്പർ ലൊക്കേഷൻ. ദാറ്റ്സ് ഒന്ന് ഇലക്ട്രൽ. സെക്കൻഡ്, ദെൻ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നാൽ ഇത് അന്നേരം ടൈം ഉണ്ടാവും. ചിലപ്പോൾ 2-3 മണി വരെയാണ് നോമിനേഷൻ നൽകാനുള്ള ടൈം. ഈ 3 മണിക്ക് നോമിനേഷൻ നൽകിയ കഴിഞ്ഞാൽ പിന്നീട് അതിന് വിഡ്രോവൽ ടൈം ഉണ്ടാകും. അതിന് ശേഷം ഫൈനൽ ബാലറ്റ് പേപ്പറോ ബാലറ്റ് മെഷീനിലുള്ള പേപ്പറോ ഒക്കെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ അതിലും പല തെറ്റുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറവാണ്. സോ ദറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM സെറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ വെരി ലബോറിയസ് ടാസ്ക്കാണ്. ലൈക്ക് ദിറ്റ് വിൽ ബി ദറ്റ് പ്രോപ്പർലി ഇറ്റ് ഈസ് ഫങ്ഷണൽ. ചിലപ്പോൾ പോളിംഗ് സ്റ്റേഷനിൽ കൊണ്ടുപോയ ശേഷമായിരിക്കും അതിൻ്റെ ബാറ്ററി ഡ്രൈ ആവുക. അപ്പോൾ അവിടെ ഫങ്ഷൻ ചെയ്യില്ല. ദറ്റ് വിൽ ബി വൺ ഓഫ് ദി ടാസ്ക്. ലൈക്ക് ദെൻ ഇറ്റ്സ് എ ചാലഞ്ച് ആൾസോ. ദെൻ ദർ വിൽ ബി റിമോട്ട് ഏരിയ വിൽ ബി ദെയർ. ഇപ്പോൾ പല ഡിസ്ട്രിക്റ്റുകളിലും ചിലപ്പോൾ നക്സലൈറ്റ് എഫക്റ്റഡ് ഏരിയ എന്ന് പറയും. ചിലപ്പോൾ കാട്ടിൻ്റെ അകത്തായിരിക്കും. ചിലപ്പോൾ 25 വോട്ടർ മാത്രമായിരിക്കും ഒരു കാട്ടിൻ്റെ അകത്ത്, 15-25 വോട്ട്. അപ്പോൾ അങ്ങനെയുള്ള പല ചലഞ്ചും ഉണ്ടാകും. ചിലപ്പോൾ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ചില പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് പിന്നെ അതിന് ഇല്ലെങ്കിൽ എൻജിന് അല്ലെങ്കിൽ വെഹിക്കിളിൽ പോകുമ്പോൾ കാറോ ജീപ്പിലോ അതിൻ്റെ ബ്രേക്ക് ആവും. അപ്പോൾ അവിടെ എത്തൂല വോട്ടർ EVM പാർട്ടി. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ചാലഞ്ച്. തേർഡ് ടൈപ്പ് ഈസ് ഇലക്ഷൻ നടത്താൻ ഓരോ പോളിംഗ് ബൂത്തിലും കുറഞ്ഞത് 5-6 പേര് സ്റ്റാഫ് ഉണ്ടാവും. അതിൽ ഒട്ടുമിക്കവാറും ഒരു 80% ടീച്ചേഴ്സായിരിക്കും. അവർക്ക് 3 സ്റ്റേജിൽ ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ ചുറ്റുപാടിൽ ആർക്കും ഒരേ അധ്യാപകനും ഒരേ ഗവൺമെൻറ് ഓഫീഷ്യലും ഈ ഇലക്ഷൻ
വോട്ടിംഗ് ഡ്യൂട്ടിയിൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെ പ്രീവിയസ് ഡേ തന്നെ പോയിട്ട് അവിടെ താമസിക്കണം. അവിടെ ചിലപ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഇതൊക്കെ കുറവായിരിക്കും. ചെറിയ കുറ്റം വന്നാലും ദെൻ ദർ വിൽ ബി എ ലോട്ട് ഓഫ് എൻക്വയറി ആൻഡ് അതർ തിങ്. സോ 100 പേരും ഈ ഇലക്ഷൻ ഡ്യൂട്ടി അവോയ്ഡ് ചെയ്യാനുള്ള ശ്രമം നടത്തും. അവർ അപ്ലൈ ചെയ്യും. അപ്പോൾ ഗ്യാസ് ട്രബിൾ വരും, BP വരും, ഷുഗർ വരും, ഇല്ലെങ്കിൽ അടുത്ത ഭാര്യയ്ക്ക് സുഖമില്ല, ഇല്ലെങ്കിൽ മറ്റേ അച്ഛനോ ഉപ്പയോ മരിച്ച്, ഇല്ലെങ്കിൽ മറ്റൊരാളുടെ അടിയന്തരം, ഇങ്ങനെ പല 110 കാരണം ഒരു സ്വന്തം അവരുടെ ലെവൽ ട്രൈ ചെയ്യും. ദെൻ ദേ വിൽ ഗോ ടു ദി പൊളിറ്റീഷ്യൻസ്, MLAയോ മറ്റൊരാളോ, ഇല്ലെങ്കിൽ വേറെ അടുത്തും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഡോക്ടറെ അടുത്തും പോയി അത് ദറ്റ് കൈൻഡ് ഓഫ് എഫേർട്ട് ദേ വിൽ ഡു. തേർഡ്ലി ദെൻ ദേ വിൽ സേ വൺ മോർ എഫേർട്ട് ദേ ഹയർ അപ്പിന് വല്ല ഓഫീസറോ ആരോ കണ്ട് എങ്ങനെയായാലും മാറ്റാൻ ശ്രമിക്കും. ദറ്റ് ഇസ് ദി ഇലക്ഷൻ ഡ്യൂട്ടിക്ക് അയക്കുന്ന ദറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് അയക്കുന്നത് മുതൽ ചെയ്ത് പൂർത്തിയാവുന്ന വരെ ഒരു ചലഞ്ചായിട്ട് തന്നെ മുന്നോട്ട്. ദെൻ ദി ഫൈനൽ വിൽ ബി ദി വോട്ടിംഗ് ഡേ. അവിടെ പല സ്ഥലത്തും ചിലപ്പോൾ ഇപ്പോഴും കുറവാണ്, നേരത്തെയൊക്കെ പലതരത്തിലും വയലൻസും ഇതൊക്കെ ഉണ്ടായിരിക്കും. ചെറിയ കുറ്റം വന്നാൽ ഇന്നിപ്പോൾ മൊബൈലുള്ള ഈ സമയത്ത് അവർ നേരിട്ട് ഡൽഹി ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് വിളിക്കും. ഇതാ ഞങ്ങളെ ഇന്ന പാലക്കാട് ഇന്ന ബൂത്തിലോ, ഇല്ലെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന ബൂത്ത് 38ാമത്തെ ബൂത്തിൽ ഇങ്ങനെയൊക്കെയാണ് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് വിട്ടിട്ടായിരിക്കും ഇതാ ഇങ്ങനെയൊക്കെ അവിടെ അഴിമതി നടക്കുന്നതാണ്. ദാറ്റ് ഇസ് എ ഇലക്ഷൻ മാൽ പ്രാക്ടീസസ് നടക്കുകയാണെന്ന് വെച്ചിട്ട് അവർ നേരിട്ട് ഡൽഹിക്ക് ഒരു കോളോ ഇല്ലെങ്കിൽ ഇമെയിലോ, അത് ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരോ വന്ന് ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരം വന്ന് മംഗലാപുരത്ത് നിന്ന് എടുത്ത് ഇതിനെപ്പറ്റി 1 മണിക്കൂർ കൊണ്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയും. ദിസ് ഇസ് ദറ്റ് കൈൻഡ് ഓഫ് ദിസ് ഈ ഫാസ്റ്റ് ഈ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുള്ള സമയത്ത് അതൊരു ദറ്റ്സ് അനദർ ചാലഞ്ച്. ദെൻ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിൽ അപ്പോയിൻറ്റ്, ഇലക്ഷൻ കമ്മീഷൻ വിൽ അപ്പോയിൻറ്റ് ഒബ്സർവർ, സീനിയർ IAS ഓഫീസർ ഒബ്സർവറായിട്ട് അയക്കും. അവർക്ക് ചില ഇവിടുത്തെ പ്രാക്ടീസും ഇവിടുത്തെ കസ്റ്റമും ഒന്നും അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അന്നേരം അവർ ദേ വിൽ ബി ഓൾ ഫ്രം ഡിഫറെൻറ്റ്. അത് അങ്ങനെയല്ല, അവർക്ക് കംപ്ലയിൻ്റ് അവർ പറയും അതങ്ങനെയല്ല ഇങ്ങനെയാണ്. ഇവിടെ ഡിസ്ട്രിക്ട് കളക്ടറോ ഇല്ലെങ്കിൽ അവർക്ക് അനുഭവത്തിനല്ല, അവർ നേരെ വേറെ ഒന്നായിരിക്കും പറയുന്നത്. ദിസ് ഇസ് ദ നെക്സ്റ്റ്. ദെൻ ദി കൗണ്ടിങ് ഡേ. കൗണ്ടിങ് ഡേയിൽ വളരെ ഒരു ചെറിയ മാറ്റം വന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മെഷീന് ഇലക്ഷൻ കഴിഞ്ഞ് 10-20 ദിവസം കഴിഞ്ഞായിരിക്കും കൗണ്ടിങ്. അന്നേരം ഏതെങ്കിലും ഒരു EVMൻ്റെ ബാറ്ററി ഡ്രൈ ആയി പോകും, ചിലപ്പോൾ എലി കടിച്ച് കാണും. ഇങ്ങനെയുള്ള പല ചാലഞ്ചസും ഉണ്ട്. അപ്പോൾ ആ ഒരു ബൂത്തിൻ്റെ ആ EVM കൗണ്ട് ചെയ്യാൻ ചിലപ്പോൾ തടസ്സം വരും. ദിസ് ചാലഞ്ച് ആൾസോ. ഈ മാർജിൻ വളരെ മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് പ്രശ്നമൊന്നും വരുന്നില്ല. ചെറിയ വെരി നേരോ മാർജിനുള്ള ഇലക്ഷനിൽ വരുമ്പോഴേക്കും ഇതൊക്കെ മൈക്രോ ലെവലിൽ ഇതൊക്കെ ഒബ്സർവ് ചെയ്യും. അപ്പോൾ ദറ്റ് വിൽ ബി എ ഗുഡ് ഇറ്റ്സ് എ ചാലഞ്ച് ആൾസോ ആൻഡ് ഇൽ എ ഗുഡ് എക്സ്പീരിയൻസ് ആൾസോ. ഇഫ് യു ആർ ഡൂയിങ് എ ഗുഡ് ഇലക്ഷൻ വിൽ ബി എ ഗുഡ് ക്രെഡിറ്റ്. ഞാനിപ്പോൾ 2014 ലോക്സഭ ഇലക്ഷന് ഞാൻ മംഗലാപുരത്ത് ഇവിടെ കളക്ടറായി ചെയ്തിരുന്നു. ദെൻ ബേസിക്കലി ഇന്ത്യയിലെ ഫസ്റ്റ് ഇലക്ഷൻ റിസൾട്ട് മംഗലാപുരത്തായിരുന്നു 2014. ദറ്റ് എൻറ്റയർ അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ എനിക്ക് ഇലക്ഷൻ 8 മണിക്ക് കൗണ്ടിങ് തുടങ്ങി, 10 മണിയാകുമ്പോൾ കൗണ്ടിങ് തീർന്ന് 12 മണി കുളിച്ച് നിസ്കരിച്ച് പള്ളിക്ക് പോകാൻ പറ്റിയ പള്ളിയിൽ പോകണം എന്നുള്ളൊരു ഉദ്ദേശം. അതേപോലെ തന്നെ പോകണമല്ലോ ഉദ്ദേശം എന്ന് പറയാൻ പറ്റില്ല. ദറ്റ് വിൽ ബേസിക്കലി ഐ ഡു സ്ലൈറ്റ്ലി ഫാസ്റ്റർ വെരി ഗുഡ് എനി വർക്ക് സർ. അതുപോലെ ഇപ്പോൾ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ സാർ മംഗലാപുരത്ത് തന്നെ പറഞ്ഞു ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതായത് ഈ കുട്ടികളൊന്നും അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേര് കറക്റ്റ് ഉണ്ടോ? ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. പക്ഷേ ഈ കുട്ടികളൊന്നും അതിനെക്കുറിച്ച് പലരും ബോധറാവുന്നില്ല. ശരിക്കും അവരൊക്കെ ഈ കുട്ടികളടക്കം എല്ലാവരും ഈ പ്രക്രിയയിൽ പങ്കെടുക്കുകയും അവരെ ലിസ്റ്റിൽ അവരെ പേര് കറക്റ്റാണോ, അവരുടെ കുടുംബത്തിൻ്റെ പേര് കറക്റ്റാണോ നോക്കേണ്ടത് ഈ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളാണ്. പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രം അറിയുന്ന രൂപത്തിലാണ് നമ്മുടെ ക്യാമ്പസിലെ കുട്ടികളുടെയൊക്കെ ഈ പറയുന്ന വോട്ടിംഗ് രീതികളും ബാക്കിയൊക്കെ പോകുന്നത്. പക്ഷെ ഞാനെന്ന വ്യക്തി, അത് മംഗലാപുരത്ത് പഠിക്കോട്ടെ, ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏത് ഭാഗത്താണെങ്കിലും, അവിടെയൊക്കെ നമ്മുടെ ലിസ്റ്റിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ വോട്ടിൽ ഞാൻ ഉണ്ടോ, എൻ്റെ കുടുംബങ്ങളുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ഓരോ വിദ്യാർത്ഥികളും പരിഗണിക്കണം എന്നുള്ളത് തന്നെയാണ് ഇതോടുകൂടി സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം സർ എനിക്ക് എനിക്ക് കേരളത്തിൽ സ്പെസിഫിക് ആയിട്ട് അറിയില്ല, കർണാടകത്തിൽ കേരളത്തിൽ ചിലപ്പോൾ അത് ശരിയായിരിക്കാം. പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് ഒരു വോട്ടർ ലിസ്റ്റ് വേറെ ഉണ്ടാവും. അസംബ്ലി ലോക്സഭയിലേക്ക് ഇലക്ഷനിലേക്ക് വോട്ടർ ലിസ്റ്റ് വേറെ ഉണ്ടാവും.
അപ്പോൾ വാർഡ് തിരിക്കുമ്പോൾ അത് ബൂത്തൊക്കെ വേറെ വേണം. അപ്പോൾ 2 വോട്ടർ ലിസ്റ്റും ഇവർ ചെക്ക് ചെയ്യണം, നോട്ട് ജസ്റ്റ് 1 വോട്ടർ. ഇപ്പോൾ അടുത്ത കൊല്ലം കേരളത്തിൽ ഇപ്പോൾ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനും അടുത്ത കൊല്ലം അസംബ്ലി ഇലക്ഷനും വരുന്ന നിലയ്ക്ക് 2 വോട്ടർ ലിസ്റ്റ് ചെക്ക് ചെയ്യണം. വെച്ചാൽ ദാറ്റ് വിൽ ബി എൻ എ വാലിഡ് ഡോക്യുമെൻറ്റ് ഫോർ എനി ഫ്യൂച്ചർ വർക്ക് ആൾസോ, ദറ്റ് ദേ ആർ എ റൈറ്റ് സിറ്റിസൺ എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ വോട്ടർ ലിസ്റ്റ് ഇല്ലെങ്കിൽ അടുത്ത വർഷം വീണ്ടും ചിലപ്പോൾ ചേർക്കാൻ പറ്റില്ല. ഇപ്പോൾ പലപ്പോഴും ഈ NRCയും CAA ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ വോട്ട് ചെയ്യുന്നില്ല സെക്കൻഡറിയാണ്. ചെയ്യണം, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്, ഓരോ സിറ്റിസൻ്റെയും ഡ്യൂട്ടിയാണ്. ചെയ്തില്ലെങ്കിലും ഈ ഒരു ബാക്ക്ഡ്രോപ്പിൽ ദറ്റ് my name is there in the voter list of 2025 or 26. That is the responsibility of every citizen that our name is reflected and printed properly along with their father's name. ഇതൊക്കെ വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ആസാമിലും ബംഗാളിലും ബീഹാറിലൊക്കെ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെറ്റിയവർ ഈ ഒരു SIRഉം ഇതൊക്കെ വേറെ പല തരത്തിലുള്ള ഈ ഒരു സിറ്റിസൺഷിപ്പ് ആക്ടിൻ്റെ മീലൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആസ് എ മൈനോറിറ്റി വി മസ്റ്റ് ബി എക്സ്ട്രാ കെയർഫുൾ ദറ്റ് അവർ ഡ്യൂട്ടീസ് ഹാവ് ബീൻ പെർഫോംഡ് വിത്ത് ഡ്യൂ ഡെലിജൻസ്. വെച്ചാൽ നമ്മളുടെ എല്ലാ ഡോക്യുമെൻറ്റും പക്ക ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രത്യേകിച്ച് മുസ്ലിംസ്, ഞാൻ കണ്ട എൻ്റെ 35 കൊല്ലത്തെ സർവീസിന് അനുഭവത്തിൽ ഇതൊന്നും ഈ ഡോക്യുമെൻറ്റ് പക്ക ആണ്. അത് വോട്ടർ ലിസ്റ്റ് ആവാം, ആധാർ കാർഡ് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, ചിലപ്പോൾ പാസ്പോർട്ട് ആവാം, വേറെ ഒരു ഡോക്യുമെൻ്റ്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റ്, SSLC +2 ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് ആവും. ഇതൊന്നും അതത് ടൈമിൽ അവർ ചെക്ക് ചെയ്യില്ല. അവസാനം പറയും ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വോട്ടർ ലിസ്റ്റ് ടു ദി ആധാർ കാർഡ് ടു ദി ഡിഗ്രി സർട്ടിഫിക്കറ്റ് ടു പാസ്പോർട്ട് ടു പാൻ കാർഡ്. ഇങ്ങനെ പലത്തിലും പല വ്യത്യാസമുണ്ട്. അത് ഇറ്റ് വിൽ റിഫ്ലക്ട് ബാഡ്ലി വൺ ഓർ ദി അതർ പ്ലേസ്. ടുമോറോ ഡേൽസ് ഇത് ഇന്ന ഇബ്രാഹിം അല്ല, ഇത് ആ ഇബ്രാഹിം വേറെയാണ്, ഈ ഇബ്രാഹിം വേറെയാണെന്ന്. അതിൽ വാപ്പാൻ്റെ പേര് വേറെയാണ്, ഇതിൽ വാപ്പാൻ്റെ പേര്, അല്ലെങ്കിൽ വാപ്പാൻ്റെ ഇനി ചിലപ്പോൾ ഒരു സ്പെല്ലിംഗ് വ്യത്യാസമായിരിക്കും. സോ ദാറ്റ് ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക് വി ഷുഡ് സീ ദാറ്റ് ഈസ് നോട്ട് ക്രോപ്പിംഗ് അപ്പ് എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി ആസ് എ മൈനോറിറ്റി വി ഷുഡ് ടേക്ക് എക്സ്ട്രാ കെയർ ദാറ്റ് ഓൺ എ ലോങ്ങർ പെർസ്പെക്റ്റീവ് ദാറ്റ് വി വിൽ ബി അവർ the position is safe and that you have been not വേറെ ആർക്കും ഇതിനെ ഒരു കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പാടില്ല. നമ്മളായിട്ട് അതിനൊരു ലൂപ്ഹോൾ ഉണ്ടാക്കരുത് എന്നുള്ള തന്നെയാണ്. അതുപോലെ തന്നെ സാർ, നമ്മൾ ഇപ്പോൾ സാറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മൈസൂർ ഹെറിറ്റേജ് സിറ്റി കോളേജിൽ നിന്നുള്ളൊരു പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ളൊരു പ്രചോദനം എന്താണ് എന്നുള്ളത്? ഇല്ല, ബേസിക്കലി ദിസ് പോസ്റ്റ് റിട്ടയർമെൻറ്റ്, ബിക്കോസ് കേരളത്തിൽ 56 റിട്ടയർമെൻറ്റാണ്, കർണാടകത്തിൽ 60, ഓൾ ഇന്ത്യ സർവീസസിലും 60. ദറ്റ് വിത്ത് ദ പ്രസൻറ്റ് ലെവൽ ദറ്റ് ഐ തോട്ട് വി ക്യാൻ വർക്ക് സം മോർ ഇയേഴ്സ്, another 10 years if God willing. ആൻഡ് ആ ഒരു ഇതാണ് ദറ്റ് ഐ തോട്ട് ദിസ് വിൽ ബി വൺ ഓഫ് ദ ഫീൽഡ് വേർ ഐ ക്യാൻ സെർവ് ബെറ്റർ ടു ദി കമ്മ്യൂണിറ്റി ആൾസോ. ബിക്കോസ് ഇപ്പോൾ പല തരത്തിലും ദി ഹെൽത്ത് പ്രൊഫഷണൽസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ദറ്റ് ടു ഓൺ എ പോസ്റ്റ് കോവിഡ് സിനാരിയോ. ഇപ്പോൾ ഹെൽത്ത് പ്രൊഫഷണൽസ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ, ആൻഡ് ആൾസോ ഇറ്റ്സ് എ വെരി ഗുഡ് ജോബ് ഓപ്പർച്യൂണിറ്റി ഫോർ any youth, youngster. So I am coming back to subject that job opportunity എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് that our Muslim youths has to look into that. What kind of job you are going to get എന്ന് പറഞ്ഞിട്ട്, that apart from we are getting the person or the student is getting a regular income or a job from, that should be റിലീജിയസ് കംപ്ലയൻ്റ് ആയിരിക്കണം. ഇപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്ത് കുറേ കുട്ടികളും വന്ന് പറയാറുണ്ട്, എനിക്ക് ഐ വാണ്ട് ടു ഡു ദി, ഇതിനിടയ്ക്ക് മലയാളത്തിലോ കേരളത്തിലോ ഒരു പിക്ചർ വന്നോലും ഫോറൻസിക് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അപ്പോൾ പല കുട്ടികളും ഫോറൻസിക് എന്നൊരു ആ ഒരു ഡിഗ്രി കോഴ്സ് ജോയിൻ ചെയ്ത് ആ ഫോറൻസിക് ദെൻ ഐ വെരിഫൈഡ് ദറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റി വെരി വെരി മിനിമൽ ഓർ ആൾമോസ്റ്റ് നോൺ എക്സിസ്റ്റിംഗ്. ദറ്റ്
കൈൻഡ് ഓഫ് ഇത്. അപ്പോൾ ആ ഒരു ജോബിലേക്ക് ലക്ഷങ്ങൾ മുടക്കി പോവുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ഡിഫിക്കൽട്ട്. സെക്കൻഡ് ഇസ് മെനി ഓഫ് ദം ദു കം ദാറ്റ് ലൈക്ക് ഐ വാണ്ട് ടു ബിക്കം എ പൈലറ്റ്, ഓർ ഐ വാണ്ട് ടു ബിക്കം എ ഹെയർ ഹോസ്റ്റസ്, ഓർ ഐ വാണ്ട് ടു ബിക്കം സംതിങ് കണക്റ്റഡ് വിത്ത് എയറോനോട്ടിക്കൽ ഫീൽഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ദിസ് നോട്ട് എ റിലീജിയസ് കംപ്ലയിൻറ്റ്. നമുക്കൊരു ദീനിൽ അനുവദിക്കാൻ പറ്റാതെ ചിലപ്പോൾ ഹെയർ ഹോസ്റ്റസ് ആയാലും ചിലപ്പോൾ that you have to serve the liquor. That I said this, why do you, there is plenty of any other opportunities are available with you. Why you are looking for this kind of field? Then many will say I want to become hotel management. Hotel management, നമ്മൾ ചെറിയ ലെവലിലുള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ് ഹോട്ടലിനൊക്കെ നടത്താൻ അതിലേക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി ഒന്നും ആവശ്യമില്ല. വെൻ യു ഗോ ഹയർ ലെവൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് graduate or degree, then you will be you will be working in a 5-star hotel kind of thing. There will be sometime you will be either you will be serving the liquor, or you will be supervising the liquor serving, or this kind of, not only liquor മാത്രമല്ല, ലിക്കറും പോർക്കും ഇതൊക്കെയുള്ള that kind of a scenario. When there is a many of the other good job opportunities are available, why we should go for a that kind of job? And then last month, one of my friends and he has asked, I want to do the course of marine ബന്ധപ്പെട്ടുള്ള ഏതൊരു കോഴ്സ് ചെയ്യണമെന്ന് വെച്ച്. Then I asked him, what is your job opportunity? My job opportunity is in a ship. I said, why do you go for a shipping activity ഇതിലുള്ളൊരു ജോബിന്? ബിക്കോസ് ഫോർ എക്സാമ്പിൾ യു വിൽ ബി വൺസ് യു ലീവ് ദി ബോംബെ ഓർ കൊച്ചിൻ പോർട്ട്, നെക്സ്റ്റ് 6 months or 1 year you will not be coming back to the Cochin back. You will be sometime located in you will be in the high sea. അന്നേരം നിങ്ങൾക്ക് ചിലപ്പോൾ നിന്റെ പെരയിൽ വാപ്പ മരിച്ച് ഉമ്മ മരിച്ച് ഇല്ലെങ്കിൽ വേറെ അടുത്ത ബന്ധുക്കൾ മരിച്ചപ്പോൾ വരാൻ പറ്റില്ല, ഇല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ മരണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല, അടുത്ത ബന്ധുക്കളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, പള്ളിയിൽ പോകാൻ പറ്റില്ല. This kind of atmosphere, you are detaching yourself from your roots, from your culture. So ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ why do you try to join? No, I can make fast money, I can become richer. That is not the aim of the life. Faster money or richer, that there is plenty of this one, it will be there if Allah blesses, Allah's this with the blessing, that there are many other profession which have been religious compliant jobs are there. So when you opt for any course, that you should first, number one, you must assure that it is for a good Muslim, that it is religious compliant job you are going to get, number one. Second one is you are getting a job. See, there കുറേ കോഴ്സ് പഠിച്ചാൽ ജോബ് ഇപ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഓഫ് ലേറ്റ്, ഫോർ എക്സാമ്പിൾ BDS, all many of the engineering courses in a lower rung colleges, in a very good college, this both in dental and engineering, in a good college, for in a good this one you will be get a handsome job and with a handsome salary. But in an average college, if you are doing a dental, if you are doing a engineering course, you will end up in a very, very low kind of job, which I don't want to describe. Sometimes it will be a courier boy, sometimes it will be a driver, sometimes this kind of, that's desperate to get into a job. They will do ready to do any job. ആ ലെവലിലേക്ക് that you should not reach. And with this future coming to be a very, very dynamic with AI intervention, many of the jobs by 2030 it will be drastically reduced. ആ നിലക്ക് then we should really choose and make a proper study on which course I should join. One. There is a second. Third aspect I am proposing is Middle East. Yes, ഇപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ കുട്ടികളെല്ലാം മിഡിൽ ഈസ്റ്റാണ് ജോബ് പഠിക്കുക, ഓൺലി ലുക്കിംഗ് ഇൻ ടു ദ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ്.
that Middle East market, I am not telling you, I sincerely, and we all should sincerely pray this should prosper in the Middle East market. That you should market, because that is a most Allah's gift that it has been got, and it is and it will be അവിടെ മക്കത്ത് പോകാനും ഹജ്ജത്തും ഇപ്പോഴുള്ള ദീനി പ്രചാരണത്തിൽ ഇത്രയുള്ള ഈ പ്രോപ്കോണാകട്ടെ എല്ലാ മൂവ്മെൻറ്റിനും കേരളത്തിലുള്ള ഇങ്ങനെ ഒരു ചൈതന്യത്തിന് കാരണം മിഡിൽ ഈസ്റ്റിലുള്ള ആ ഒരു ബൂമാണ്. ദറ്റ് സോ ബട്ട് ഇത് എത്ര കാലം കണ്ടിന്യൂ ആവുമെന്ന് പറയാൻ പറ്റില്ല. ആ നിലക്ക് വി ഷുഡ് ഹാവ് പ്ലാൻ ബി. ഫോർ എക്സാമ്പിൾ ഡ്യൂറിങ് ദ 19th century ആൻഡ് 18th century ഇവിടുത്തെ ആൾക്കാർ പലരും ആദ്യം സിലോണിൽ പോയിരുന്നു, ഇപ്പോഴത്തെ ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ, ദെൻ ബർമ്മയിൽ പോയിരുന്നു, ദെൻ മലേഷ്യയിൽ പോയിരുന്നു, ദെൻ സിംഗപ്പൂർ പോയി, സിംഗപ്പൂറിന് ശേഷം ഫിജിയും ഇന്തോനേഷ്യയും ഈ ഏരിയയിൽ പോയിരുന്നു. ഇവിടെ ദിസ് ഈസ് ദ ഏരിയ ഇൻ വിച്ച് മുസ്ലിംസ് ബേസിക്കലി വെൻറ്റ്, ആൻഡ് all that dried up. ഈ ഡ്രൈഡ് അപ്പായ നിലക്ക് നാളെ മിഡിൽ ഈസ്റ്റ് ഡ്രൈ അപ്പ് ആവൂല. ദെൻ വെൻ ദേ ഗെറ്റ് എ ചീപ്പർ ലേബർ ഫ്രം സം അതർ പ്ലേസസ്, സം അതർ കൺട്രി, സം അതർ ഇസ്ലാൻ, when they said there will be a capping for this each country, ഈ ആ നിലക്ക് ഇപ്പോൾ ട്രംപ് പറയുന്ന പോലെ ആ ഉള്ള ഒരു ക്യാപ്പിംഗ് ഈച്ച് കൺട്രിക്ക്, ദിസ് വിൽ ബി ദ ക്യാപ്പിംഗ് ഫോർ ഈച്ച് കൺട്രി ഫോർ ദിസ് അവർ എൻട്രി ടു അവർ കൺട്രി എന്ന് വെച്ചാൽ, ബിക്കോസ് ദി ലുക്കിംഗ് ഇൻ ടു പോപ്പുലേഷൻ റേഷ്യോ വൺ കൺട്രീസിലെ ആൾക്കാർ ഔട്ട് നമ്പർ ലോക്കലിനേക്കാൾ ഔട്ട് നമ്പർ, ദർ വിൽ ബി ഓൾവേസ് എ ടെൻഷൻ ലൈക്ക് ദറ്റ് we can't predict like. So we must always look into we should have plan B. One, apart from the Middle East market, one is there should be locally we should develop India തന്നെ നാട്ടിൽ തന്നെ കേരളത്തിലായെങ്കിലും കേരളത്തിന് വെളിയിലായെങ്കിലും we should develop a business ഒരു enterprises, educational enterprises, and all this you must where they will be getting a good job opportunities like, and whether it will be that should be, we should always aim that there should be a plan B either within the country, within the state, and also abroad like that's like. And also there also in the Middle East also you must have a detailed plan on what are the future, how it can be done, how we can be able to continue and sustain this. And I am coming back to the paramedical subject. That basically we are having a number of courses kind of thing. This is a issue. Basically it affected me it has motivated me to that പ്രത്യേകിച്ച് കർണാടകയിലെ കുട്ടികൾ ഈ പാരാമെഡിക്കൽ കോഴ്സ് മുസ്ലിം കമ്മ്യൂണിറ്റി ഓപ്റ്റ് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. എനിക്ക് അന്നേരം കേരളത്തിലെ സിനാരിയോ അത്ര ശരിയായിട്ട് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ കർണാടകത്തിലെ കുട്ടികൾ പ്രത്യേകിച്ച് നഴ്സിംഗ് ഒക്കെ ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികൾ 0 ആണ് കർണാടകത്തിലെ. കേരളത്തിലെ കുട്ടികളിപ്പോൾ ഞാനിപ്പോൾ കോളേജ് തുടങ്ങിയ ശേഷം കേരളത്തിലെ കുട്ടികൾ ഈ നഴ്സിംഗ്, വേറെ ഫിസിയോതെറാപ്പി, അപ്പോൾ മെയിൻലി കർണാടകത്തിലെ കുട്ടികൾ ഫിസിയോതെറാപ്പി ഓപ്റ്റ് ചെയ്യുന്നു. അതർ കോഴ്സുകളൊക്കെ അത്ര ഓപ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ദേ ആർ നോട്ട് ലുക്കിംഗ് ഇൻ ടു എ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ്, ദേ ആർ ലുക്കിംഗ് ടു ലോക്കൽ മാർക്കറ്റ്. ആ നിലക്ക് ഇത് there should be the community should have a proper representation on all field. Not that like we should not be stereotyped. മുസ്ലിംസ് എല്ലാം ഇത് തന്നെയാണ്, വെറും ഹോട്ടൽ ബിസിനസ് നടത്തുകയാണ് നാട്ടിൽ, ഇല്ലെങ്കിൽ അവർ എൻറ്റയർ തിങ് ദേ ആർ 100% focused only on the Middle East market. That kind of stereotyping should not happen. We should have a presence in every field. That number of education institution you must start. പ്രത്യേകിച്ച് കർണാടകത്തിലും even probably in Kerala also, earlier up to 2000 kind of thing, most of the education institution is dominated by the Christian missionary or diocese അവരുടെയായിരുന്നു. So there it is a very pleasant note that the Muslim community, many of the religious institutions also started these schools and colleges. അങ്ങനെ കുറേ കോളേജുകൾ ഇങ്ങനെ കമ്മ്യൂണിറ്റി എന്ന് വന്നാൽ that gives you a proper level fielding. Secondly, many more hospitals has to come.
then it will give many of these private colleges, now the doctors have come. Many doctors has come. Now the lower level paramedical staff need to come. എന്നുവെച്ചാൽ ആ സ്റ്റാഫ് വന്നാലേ that will be coming that will be in every field. I am going outside the world, this discussion. I used to say except Bollywood. ബോളിവുഡിൽ മാത്രം മുസ്ലിം റെപ്രസെൻറ്റേഷൻ പ്രോപ്പർ ആയിട്ടുള്ളൂ. അമീർ ഖാനും സൽമാൻ ഖാനും ഷാറുഖ് ഖാനും വേറെ ഇങ്ങനെ അവരൊക്കെ പേരിൽ SLC ബുക്കിലെ മുസ്ലിം അല്ല. അത് എന്താട്ടെ ഫോർ എൻ ഔട്ട്സൈഡർ അവർക്ക് ഉള്ള ആ റെസ്പെക്ട് ആയുള്ളൂ. വേറെ ഒരു ഫീൽഡിലും വി ആർ അണ്ടർ റെപ്രസെൻറ്റേറ്റഡ്. IT ഫീൽഡ് നോക്കിയാലും, ഇല്ലെങ്കിൽ ലിറ്റററി ഫീൽഡ് നോക്കിയാൽ, ഇല്ലെങ്കിൽ വേറെ ഒരു ബിസിനസ് നോക്കിയാൽ, ടോപ്പ് 100 ബിസിനസ്മാനിൽ നോക്കിയാൽ ഒറ്റ ഒരു ബിസിനസ്മാനും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നില്ല. ഇന്ത്യയിലെ ടോപ്പ് 100 നോക്കിയാൽ. സോ ദിസ് ഇസ് എ വെരി 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 സാഡനിങ് സ്റ്റേറ്റ്. ആൻഡ് ഇഫ് ദർ ഇസ് എ ഗുഡ് ടോപ്പ് 100 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ ഒരൊറ്റ സ്കൂളോ കാണൂല. ടോപ്പ് 100 പ്രൈവറ്റ് എയ്ഡഡ് യൂണിവേഴ്സിറ്റി നോക്കിയാൽ ഡീംഡ് യൂണിവേഴ്സിറ്റി അതിൽ കാണൂല. സോ ദറ്റ് കൈൻഡ് ഓഫ് ലോ സൈഡഡ് development should not be there. We must be there. In top 100 good hospital, if you check, none of our hospitals will be there. So we must have a representation in every walk. Top 100 new entrepreneurs, top 100 IT companies. So this is where we should have a presence in every field. That we should not be they will not അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആ ഒരു ഇത് വരില്ല. We are हम किसी से कम नहीं എന്നൊരു ആ ഒരു ഇത് വരണം. that should we should do ourselves. We should keep motivating and moving forward. That our community will be properly represented in every field, every walk of life. That they should not say. ഇപ്പോൾ ഒരു ഫീൽഡിൽ സർക്കാർ ടാർഗറ്റ് ചെയ്ത് അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ, in other remaining 99 field we must be able to survive. Tomorrow, if the government of India decides, no, these fellows that we don't have any diplomatic relationship with Middle East, actually, government of India, particularly if they means like that, that kind of should not happen. So we must have the representation in every department, every walk of life, every business, every field. So that in that way. So that I thought that in health sector, and apart not in doctor, lower level, there is a acute shortage of Muslim paramedical staff in this one. That is one of the reason to motivate me for this to open this college. Secondly, because ഇപ്പോൾ പല ടൈപ്പിൻ്റെ ജിഹാദുകളും പേപ്പറിൽ വന്ന നിലക്ക് ഇവർ ഇഷ്ടപ്പെടുന്നോ ഇല്ലേ അറിയില്ല. ലവ് ജിഹാദായി, UPSC ജിഹാദായി, ലാൻഡ് ജിഹാദായി, എന്നിട്ട് ഇപ്പോൾ ഹെൽത്ത് ജിഹാദ് വന്ന് പലയിടത്തും കോവിഡ് ടൈമിൽ പല ഹോസ്പിറ്റലുകളും ദേ റിഫ്യൂസ് ടു ട്രീറ്റ് എ മുസ്ലിം പേഷ്യൻറ്റ്. ഓർ ദർ ഇസ് എ വൺ റീസൺ റിഫ്യൂസിങ് ട്രീറ്റിങ്. സെക്കൻഡ്, റോങ് ഡയഗ്നോസിസ് ഈസ് എ മോസ്റ്റ് ഡേഞ്ചറസ് വൺ. ഇപ്പം നല്ലൊരു IT സ്കാനിങ്ങും ലാബും ചെക്ക് ചെയ്യുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ അവന് ഒരു നെഗറ്റീവ് മൈൻഡിട്ട് റോങ് റിപ്പോർട്ട് ഹി മൈറ്റ് ഡു. It will end up in a huge expenses for further study for a Muslim patient. This kind of thing should not happen. We should have a lab, we should have a hospital, we should have a scanning center, everything we should have. Self-sufficient community it must. I'll go one step forward. That you must be able to control the entire, ഇപ്പോൾ രാവിലെ ഖുറൈശി സാബ് പറഞ്ഞ പോലെ, യു മസ്റ്റ് പ്രൂവ് ദാറ്റ് യു ആർ ഇൻഡിസ്പെൻസിബിൾ. ദാറ്റ് ഇഫ് ദിസ് കമ്മ്യൂണിറ്റി യൂത്ത് ആർ നോട്ട് വർക്കിംഗ്, ദ സൊസൈറ്റി ഷുഡ് കം ടു സ്റ്റാൻഡ് സ്റ്റിൽ. നടക്കൂല എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിക്കണം. ദാറ്റ് അവർ ബോയ്സ് ആർ കേപ്പബിൾ. ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ഓൺലി ഇൻ എ നെഗറ്റീവ് ഫീൽഡ് വി ഹാവ് ബീൻ റെപ്രസെൻറ്റഡ്. ഏത് ഡ്രഗ് ആക്കും, ഏത് കൊട്ടേഷൻ സംഘം വെച്ചാൽ, ഏത് ഒരു റാക്കറ്റിൽ നോക്കിയാൽ അപ്പോൾ അവിടെ ഒരു മുസ്ലിം പേരുകൾ കാണുക. ഡ്രഗിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികളെ കണ്ടും ബാക്കിയൊക്കെ പരിചയമുള്ള ആളെന്ന നിലക്ക് ഇപ്പോൾ കുട്ടികൾ ഈ ഡ്രഗ് അഡിക്റ്റായി മാറാം, അല്ലെങ്കിൽ ഓവർ സ്പീഡിൽ യാത്ര ചെയ്തിട്ട് ആക്സിഡൻറ്റുകൾ സംഭവിക്കുക,
അങ്ങനെ ഒരുപാട് കേസുകൾ അങ്ങനെ ഇങ്ങനെയുള്ള നമ്മൾ ഈ വളർന്നു വരുന്ന തലമുറയോട് സാറിന് എന്താണ് ഇതുമായി സൂചിപ്പിക്കാനുള്ളത്? See, basically, thing is that there's a what I see last 5-6 years or last 10 years kind of thing. നേരത്തെയൊക്കെ ഒരു കുട്ടികൾക്ക് ഒരു ഫാമിലിയിൽ 8-10 മക്കളുണ്ടായിരുന്നു യെസ്. ഒരു വീട്ടിൽ. അപ്പോൾ എൻ്റെ സ്വന്തം പറയും, ഞങ്ങൾ 10 മക്കളാണ്. സോ അപ്പോൾ ഒരു 10 മക്കളുണ്ടെങ്കിൽ ആർക്കും ഒരു വലിയൊരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റോ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റോ ഒന്നുമില്ല. ചിലപ്പോൾ ഒരാൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അറിയില്ല, ബാക്കിയുള്ളവർ ഇതായിരിക്കും. ഭക്ഷണം കഴിച്ചാലോ അറിയില്ല. അതിൽ മാസത്തിലോ 2 മാസത്തിലോ ഒരു കോഴി ഇറക്കുന്നുണ്ടാവും. ഇപ്പോൾ ദിവസത്തിൽ 3 നേരവും കോഴി ഇറക്കും. അപ്പോൾ അന്ന് 2 മാസം 3 മാസം 6 മാസം കൂടുമ്പോൾ ഒരു കോഴി ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ ഇറക്കുന്നത്. ആ കോഴിന് 3 ദിവസം ഭക്ഷണം കഴിക്കുന്ന സെറ്റപ്പ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വീട്ടിൽ ഒരു കുട്ടിയോ 2 കുട്ടിയോ ഉണ്ടാവും. അവന് 3 നേരം ഈ കോഴി ഇറച്ചി കൊടുക്കും. അവൻ തിന്നില്ല, വായിക്ക് തള്ളി നടക്കും. എല്ലാത്തിനും അവനെ പാമ്പർ ചെയ്തിട്ട് അവനെ നശിപ്പിക്കുകയാണ് മോസ്റ്റ് ഓഫ് ദ പേരൻസ്. ദാറ്റ്സ് ഐ ഡോണ്ട് ബ്ലെയിം ദി സ്റ്റുഡൻറ്റ്. ദി ഹോൾ സിസ്റ്റം ഹാസ് ടു ബിക്കം ലൈക്ക് ദാറ്റ്. സ്റ്റുഡൻറ്റിന് വീട്ടിൽ ദറ്റ് വിൽ ബി ബിക്കോസ് 1 or 2 കിഡ് വാട്ട് എവർ ലൈക്ക് ദേ വിൽ പാമ്പർ ഹിം ആൻഡ് അവനെ തലയിൽ വെച്ച് എല്ലാം അവൻ്റെ എല്ലാ ജോലിയും ഉമ്മാവും ബാപ്പാവും ചെയ്യും. ബാപ്പ വെളിയിലാണെങ്കിൽ ഉമ്മ ചെയ്യും. A to Z ഇൻക്ലൂഡിങ് ഡ്രസ്സും എല്ലാം ചെയ്യും. സെക്കൻഡ്ലി സൊസൈറ്റി ദറ്റ് ഇറ്റ് ഹസ് ബിക്കം ദിസ്. ചെറിയ മഴ വന്ന കലക്ടർ ലീവ് അവധി കൊടുക്കും കലക്ടർ. അപ്പോൾ നേരത്തെയൊക്കെ മഴയും കോയിലൊക്കെ കൊണ്ട് എല്ലാം ഞങ്ങളൊക്കെ വളരെ അധികം മഴ. ഇപ്പം അങ്ങനെയല്ല. ചെറിയൊരു മഴ വന്നാൽ മഴ വരണ്ട, നാളെ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നാളെ അവധിയായി. മാസത്തിൽ 1 മാസം 8-10 ദിവസമൊക്കെ അവധിയായി. ഈ അവധി ഇത് കൊടുത്ത് അപ്പോൾ ആ മഴ കൊണ്ട് അതിജീവിക്കാനുള്ള അവനെ പഠിപ്പിക്കുന്നതേ ഇല്ല. ഇത് സിറ്റുവേഷൻ. ആൻഡ് നാളെ സ്കൂളിൽ പോയാൽ അവൻ തുമ്മിയാൽ ഏതെങ്കിലും ഒരു നിയമത്തിൽ അവന് തുമ്മിയനെ രക്ഷിക്കാനുള്ള ഒരു സെറ്റപ്പ് സ്കൂളിലുണ്ടാവും. ഇപ്പോൾ അവന് ഡിസിപ്ലിൻ ചെയ്യാനോ അവന് മെൻറ്റർ ചെയ്യാനോ ഉള്ള ഒരു ഇതില്ല. വേറെ ചൈൽഡ് അബ്യൂസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് പല ഡ്രസ്സ്, അവൻ്റെ ഡ്രസ്സിനെ പറ്റി, അവൻ്റെ കൾച്ചറിനെ പറ്റി, ഇതൊക്കെ ഒന്നിനും അവനെ ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരു ചുറ്റുപാടിലേക്ക് നമ്മളുടെ ഇന്നത്തെ ഹോൾ സെറ്റപ്പ്, സ്റ്റാർട്ടിങ് ഫ്രം ഹോം, ഔട്ട്സൈഡ്, സ്കൂൾ, ദറ്റ് ഹി ഹാസ് ബീൻ പാമ്പേർഡ് ആൻഡ് become all the circumstances to get to be a spoilt kid. That's what happening in the society. That need to be, we have to really look into this whole approach. That's what. And adu cheydale that's whole this will be. Then they will say, okay, once they become 18 there will be plenty of money. അപ്പോൾ in the meantime ഞങ്ങളെ കോളേജും വേറെടുത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് അന്വേഷിക്കുമ്പോൾ പറഞ്ഞ് ആരോ എൻ്റെ ഒരു കൗൺസിലർ പറഞ്ഞു, ഞാനൊരു സുഹൃത്ത് കാലിക്കറ്റ് നിന്ന് പറഞ്ഞു, എന്താ ഇത് ദിസ് ഇസ് ഇഷ്യൂ. ബേസിക്കലി many of the parents do feel that I didn't get this privilege of enjoying. Yes. I have worked hard here and abroad. I earned money. Let my son enjoy it. ഇത് ആ എൻജോയിൻ്റെ ഡെഫിനിഷൻ is varies from person to person. That is the issue. Like then അങ്ങനത്തെ ഒരു അപ്രോച്ച് ഒരു പേരൻറ്റിന് വാപ്പക്കും ഉമ്മക്കും ഉണ്ടെങ്കിൽ then the child will be definitely will get spoiled. Either he will be given a കടം വാങ്ങിച്ചോ ഇതൊക്കെ പറഞ്ഞ് ലക്ഷങ്ങളുടെ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും. And he will be riding to the death. Then he will be given plenty of money that he will be it will prompt him for all the negative activities, whether it will be a drug, whether it will be alcohol, whether it will be any other vices, leading into any other vices. Like there are plenty of cases in a bigger cities. I don't say which city, where, and other thing. Like there's a cohabitation is going on among the students. Both girls and boys are living together, and they have not taken it very seriously. That gender differentiation is been not there in any of this higher education level. That is also equally this one, and I feel really sorry that like is it worth
to make the student to study or go for a higher education without proper mentoring. Yes. That is required. ഈ തർബിയത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, that is not the requirement. In every level, the parenting, tarbiyat or mentoring, whatever like it has to be done, that should be constantly done by a parent up to their children at all level, not once in a life. Just because ഏതെങ്കിലും ഒരു ദീനീ സ്ഥാപനത്തിൽ ചേർത്ത് അവിടെ ഇറ്റ് ഹാസ് എ വെരി ഹൈ ഗുഡ് റെപ്യൂട്ടേഷൻ ഉള്ള മദ്രസയാണ് ഇല്ലെങ്കിൽ കോളേജാണ് എന്ന് വെച്ച് ദാറ്റ്സ് നോട്ട് ദ ഇഷ്യൂ. ഇറസ്പെക്റ്റീവ് ഓഫ് ദി ക്വാളിറ്റി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ദി institution, the parenting or this tarbiyat that need to be continued all the time. Yes. And then only our children will be safe and they will be a good children for their parents, for the community, for the society. യെസ്, സാർ പറഞ്ഞ പോലെ ഇതിൽ പ്രധാന റോള് രക്ഷിതാക്കൾക്ക് തന്നെയാണ് വരുന്നത്. പലപ്പോഴും പല കുട്ടികളതൊന്നും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിലൊന്നും അറിയാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അറിയുന്ന രൂപത്തിലുള്ള വെറും ക്യാഷ് അയച്ചു കൊടുക്കൽ മാത്രമേ ഡ്യൂട്ടി ആയിട്ട് മാറുന്നതൊക്കെ ചില കുടുംബങ്ങളിലുണ്ട്. അത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. ജസാക്കുമുല്ലാഹ് ഖൈർ, ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.